ഹായ് മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്റേഴ്സ് 1, 2, 3, 4 എന്ന ചാപ്റ്ററിന്റെ ഓർഡറിലായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ +1, +2 ഇനി നിങ്ങൾ അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്, ഇനി നമുക്ക് മോഡൽ എക്സാമോ പബ്ലിക് എക്സാം മാത്രമേ വരാനുള്ളൂ. അതിനാൽ തന്നെ ഈ മുഴുവൻ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ വെയിറ്റേജിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, ഏത് ചാപ്റ്റേഴ്സിനേക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന് പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ എനിക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന ഐഡിയ മനസ്സിലാക്കി കൊണ്ടുവേണം നിങ്ങൾ ചാപ്റ്റേഴ്സിലോട്ട് കടക്കുവാനായിട്ട്. അല്ലാതെ 1, 2, 3 മാത്രം എന്ന് പറഞ്ഞ് പഠിക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ 4 ചാപ്റ്റർ മാത്രം പഠിക്കും. ഈ ചാപ്റ്ററിന്റെ ഓർഡറിലല്ല കേട്ടോ പഠിക്കേണ്ടത്. ചാപ്റ്റർ വെയിറ്റേജ് അറിഞ്ഞിരിക്കണം. അതിന് മുൻപ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും വരാൻ പോകുന്ന ചോദ്യ പേപ്പറിൽ നിന്ന് ഈ പറയുന്ന ഓരോ ചാപ്റ്റേഴ്സിലും എത്ര മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക, എന്താണ് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിന്റെയും ചോദ്യ പേപ്പറിൽ 6 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. അതായത് ഈ ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പാണ് 6 മാർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾ ഏതാണെന്ന് മനസ്സിലാക്കാനാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വരെ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. ഈ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ. ഈ ചാപ്റ്റർ വൈസ് വെയിറ്റേജിൽ തന്നെയാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിൽ നമ്മൾ കൃത്യമായി ഓരോ ചാപ്റ്റേഴ്സും കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും കവർ ചെയ്യുമ്പോൾ എത്ര മാർക്കുകൾ നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കും, എത്ര മാർക്കുകൾ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്. നോക്കുക, ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. രണ്ടാമത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത് 11 മാർക്കിനാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. +1 കെമിസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ ചാപ്റ്ററും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതും ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 11 മാർക്കിനാണ് ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന കുഞ്ഞു ചാപ്റ്ററാണ്. പൊന്നു മക്കളെ, കുഞ്ഞു ചാപ്റ്റർ പഠിച്ചാൽ 8 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത് 6 മാർക്ക് മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ ചെറിയ ചാപ്റ്ററാണ് 3rd ചാപ്റ്റർ. അതിൽ നിന്നും 8 മാർക്ക് ലഭിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ചാപ്റ്റർ. ദെൻ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ വലിയ ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പഠിച്ചാൽ ഉറപ്പാണ് 10 മാർക്ക്. തെർമോഡൈനാമിക്സിന് 9 മാർക്കും ഇക്വിലിബ്രിയത്തിന് 10 മാർക്കാണ്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് നോക്കിക്കോളൂ. റിഡോക്സ് റിയാക്ഷൻ ഏറ്റവും കുഞ്ഞു ചാപ്റ്ററാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് പോലെ തന്നെ കുഞ്ഞു ചാപ്റ്ററാണ്. അവിടെ ഒരു ബാലൻസിങ് മാത്രമാണ് വളരെ ഡിഫിക്കൽട്ടാണ് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സാധനം വരുന്നത്. പക്ഷേ 10 ഡേയ്സ് അടിച്ചിട്ട് സെറ്റാക്കി തരാം. അത് 5 മാർക്കാണ് ആ ചാപ്റ്റർ ഉണ്ടായിരിക്കുക. ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്ററാണ് അത്. അതുകൊണ്ട് പഠിക്കാതിരിക്കരുത്. ഫുൾ മാർക്കാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിൽ 10 മാർക്കും ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് 9 മാർക്കുമാണ്. അപ്പോൾ വെയിറ്റേജ് ഏറ്റവും കൂടുതൽ ഏതൊക്കെയാണ് നോക്കിക്കോളും. സ്ട്രക്ചർ ഓഫ് ആറ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്, 11 മാർക്കാണ്. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത് 10 മാർക്കും, തെർമോഡൈനാമിക്സ് 9 മാർക്കും, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് 10 മാർക്കും, ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത് 10 മാർക്കും, ഹൈഡ്രോ കാർബൺസ് 9 മാർക്കുമാണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് 8 മാർക്ക്, പിന്നെ ബേസിക് കൺസെപ്റ്റും, പിന്നെ റിഡോക്സ് റിയാക്ഷൻ. ഇങ്ങനെയാണ് ഓർഡർ. അത് നോക്കുക. അത് ഞാൻ എല്ലാം ഹൈലൈറ്റ് ചെയ്തല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഹൈലൈറ്റ് ചെയ്തിട്ട് ഓർഡറും നിങ്ങൾ മനസ്സിലാക്കുകയും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന് കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ആ ചാപ്റ്റർ മുഴുവനായി സെറ്റാക്കി കഴിഞ്ഞാൽ അത്രയും മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞു. നോക്കണേ, നിങ്ങൾ ഇതിലേതെങ്കിലും വെയിറ്റേജ് കൂടിയ 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ, വെയിറ്റേജ് കൂടിയ ഏതെങ്കിലും 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായി ഡബിൾ പാസ് മാർക്ക് ഇതിനടുത്തോളം നിങ്ങൾക്ക് കിട്ടും. അല്ലേ? ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുമ്പോൾ 36 മാർക്കാണ്. അതിനടുത്തോളം നിങ്ങൾക്ക് കിട്ടും. അതല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഏതെങ്കിലും 3 അല്ല 4 ചാപ്റ്റർ പഠിച്ചാൽ ഡബിൾ പാസ് മാർക്ക് ഉറപ്പാണ്. പക്ഷെ അതല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഫുൾ A+ഉം ഫുൾ മാർക്കുകളുമാണ്. ഓരോ ദിവസത്തെയും ചാപ്റ്ററുകളുടെ എണ്ണം നിങ്ങൾ കഴിയുന്നതിനനുസരിച്ച് നിങ്ങളുടെ പോക്കറ്റിൽ വീഴാൻ പോകുന്ന മാർക്കുകളുടെ എണ്ണം നിങ്ങൾ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ എത്രത്തോളം പഠിച്ചു കഴിഞ്ഞു, എത്രത്തോളം മാർക്ക് ഉറപ്പായി എന്ന കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും. ഹൈ കോൺഫിഡൻസിലായിരിക്കും നിങ്ങൾ ഈ മോഡൽ എക്സാമിനെയും പബ്ലിക് എക്സാമിനും സമീപിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഫെബ്രുവരി 1-ാം തീയതി വൈകുന്നേരം 7 മണി മുതൽ ആരംഭിക്കുന്ന ഈ 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ചിൽ എല്ലാവരും ഉണ്ടായിരിക്കണം. കിടിലനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉഷാറായിട്ട് മുഴുവൻ മാർക്കും തന്നെ ഉറപ്പിക്കാം. ഓക്കെ.